പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റോണി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാനെന്ത് സൂക്ഷിക്കാൻ? പോലീസുകാർ ഒരു അവസരം കിട്ടിയാൽ തലനാരിയുടെ കീറി പരിശോധിക്കും. അവർക്ക് തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാലോ. എന്ത് തെളിവ് കിട്ടാനാ? താനീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. റോണി എന്റെ മുമ്പിൽ ഇനിയും ഇങ്ങനെ ഒളിച്ചുകളി നടത്തണ്ട. എന്താ റോണിയുടെ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയാം. താൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താണെങ്കിലും തെളിച്ചു പറ. റോണിയുടെ കൂടെ എന്തിനും ഏതിനും ഒപ്പം നിന്നിട്ടുള്ളവളല്ലേ ഞാൻ. ഒരു കാര്യത്തിനും എതിര് നിന്നിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഞാൻ റോണിക്ക് വേണ്ടി ചെയ്തു. എന്നിട്ട് റോണി എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്ത് വേണമെന്നാ? ചില കാര്യങ്ങൾ റോണി എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. മറച്ചു വെക്കുന്നു? എന്ത് കാര്യങ്ങള്? ഞാൻ ഇതുവരെ ഒന്നും തന്നോട് മറച്ചു വെച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും ഒരു മനസ്സായിട്ട് കഴിയേണ്ടവരാ. ഇതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ. അല്ല, സത്യം. എന്നാ പിന്നെ ഡാഡിയുടെ കാര്യത്തിൽ നടന്നത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഡാഡിയുടെ കാര്യത്തിൽ എന്ത് നടന്നു? പിന്നെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്ന കണ്ടില്ലേ? സത്യം, എനിക്കൊന്നും അറിയില്ല ജാന. ഡാഡിയുടെ മരണം സ്വാഭാവികമല്ല. ഈ വീടിനുള്ളിൽ വെച്ച് നടന്ന മരണം അത്. അതിനാരാ ഉത്തരവാദി? അത് ഈ വീട്ടിലുള്ളവരാരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റോണി തന്നെ ഇത് പറയണം, അതും എന്നോട്. റോണിയാണ് ഡാഡിയുടെ മരണത്തിന് കാരണമെന്ന് എനിക്കറിയാം. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ റോണി ആലോചിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനല്ല ഡാഡിയെ കൊന്നത്. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഡാഡിയെന്ന് വിളിച്ചിരുന്ന ആളല്ലേ. എന്റെ അച്ഛന്റെ സ്ഥാനമുള്ള ആൾ. അങ്ങനെയുള്ള ഒരാളെ ഞാൻ കൊല്ലൂ? എന്തിനാ റോണി ഈ നാടകം? ഞാനെന്നെല്ലാം കണ്ടതല്ലേ. എന്ത് കണ്ടുന്നാ? റോണി ഡാഡിയുടെ മുറിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. പേടിക്കണ്ട റോണി, ഞാൻ ആരോടും ഇതൊന്നും പറയാൻ പോകുന്നില്ല. എല്ലാത്തിനും ഞാൻ റോണിയുടെ ഒപ്പം ഉണ്ടാവും. എന്താ പോരെ? നോ, താൻ കരുതുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. റോണി എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? റോണിയും ഡാഡിയും തമ്മിലുള്ള പ്രശ്നം എനിക്കറിയാവുന്നല്ലേ. ആരായാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് വരും. താൻ കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. ഞാനന്ന് ഡാഡിയുടെ റൂമിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. അല്ലാതെ വേറൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. റോണി പിന്നെ പറയുന്ന കേട്ടില്ലേ? സത്യമാണ്. ഞാൻ റൂമിൽ ചെന്നപ്പോ ഡാഡി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സംസാരത്തിനിടയിൽ അബദ്ധത്തിൽ ചിലത് സംഭവിച്ചു. നോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ റോണി? ദാ ഇത് നോക്ക്. ഇത് റോണിയുടെ അല്ലേ? അവിടെ ഡാഡിയുടെ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. ഇനി പറ, എന്താ സംഭവിച്ചത്? ജാനറ്റ് പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. അന്ന് അവിടെ നടന്നത് എന്താന്ന് ഞാൻ പറയാം. താൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഞാനന്ന് രാത്രി ഡാഡിയുടെ റൂമിലേക്ക് ചെന്നിരുന്നു.